ഹോണ്ട സിറ്റി. ഏറ്റവും കൂടുതൽ കാശ് ഞാൻ നശിപ്പിച്ച് കളഞ്ഞത് ഈ വണ്ടി എടുത്ത. ഗഡ്കറി പറഞ്ഞാൽ പുതിയ വണ്ടി എടുക്കുന്നത് മഹാമണ്ടത്തര. അയാളല്ല, പുള്ളി ടാക്സ് കൂട്ടിക്കൊണ്ടിരിക്കുക. 15 കൊല്ലം കഴിഞ്ഞ വണ്ടികൾക്കൊക്കെ ലോകത്തില്ലാത്ത ടാക്സ് വെച്ച്. ഇതൊക്കെ പോക്കരുത്തരാണ്. എന്തിനാണത്? ഒരു കാര്യമില്ല. അത് പൊല്യൂഷനിൽ അതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇപ്പം ഉള്ള വണ്ടികളൊക്കെ അത്യാവശ്യം പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള വണ്ടികളാണ്, പ്രത്യേകിച്ചും പെട്രോൾ വണ്ടികൾ. ചുമ്മാ കള്ളത്തരം. അല്ലെ ഒരു ഗഡ്കറീനെയൊക്കെ കുറേ കഴിയുമ്പോൾ ആളുകളില്ലേ ഇവിടെ ചെയ്ത പോലെ നമ്മുടെ ഇവിടെ ചെയ്തില്ലേ, രാജ്യം എവിടെയാ, നേപ്പാളിൽ ചെയ്ത പോലെ ചെയ്യുന്നത് കുറേ കഴിയുമ്പോൾ. കാര്യമൊക്കെ ആളുകളിട്ട് ചുമ്മാ ഉപദ്രവിക്കാനായിട്ട് കുറേ ആളുകൾ നടക്കുന്നു. കൊല്ലം കഴിയുമ്പോൾ അതിന് എത്ര ടാക്സ് അടയ്ക്കണം? എന്ത് കാണിക്കാനാണ് അത്രയും ടാക്സ് അടയ്ക്കണേ? ആളുകളെ കൊണ്ട് ബലമായിട്ട് മേടിപ്പിക്കുകയാണ് പുതിയ വണ്ടികൾ. ആർക്ക് വേണ്ടി? കുറേ കാർ മാനുഫാക്ചേഴ്സിന് വേണ്ടി. ആളുകൾക്ക് ആവശ്യമില്ല, കാർ മാനുഫാക്ചേഴ്സിന് വേണ്ടി. അത് പൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ പൊല്യൂഷനായിട്ട് ഒരു ബന്ധമില്ല ഇതിന്. കുറേ കള്ളത്തരം. എന്താ ഇപ്പം ചൈന പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടെ ഗവൺമെൻറ്റിൻ്റെ വണ്ടികൾക്ക് വില കുറവാണ്, അതുകൊണ്ട് ആളുകൾ മേടിക്കുന്നുണ്ട് പുതിയ വണ്ടി. ഇത് വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ 50% ലോസാണ് മേടിക്കണേ ആൾക്ക്. 10 ലക്ഷം രൂപയുടെ വണ്ടി മേടിച്ച് 5 ലക്ഷം രൂപ ആൾക്ക് ലോസാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ കൊല്ലം അതിൻ്റെ വില 50% ആവും. ഓക്സായൻ കുറച്ച് പേര് എടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഈ പറഞ്ഞ പോലെ ഈ മറ്റേ ഇത് ഓതറൈസ്ഡ് സർവീസ് സെൻറ്റർ ഇത് മാറി കുറച്ചും കൂടെ ഔട്ട്സൈഡ് ഇത് കുറച്ചും കൂടെ ഇതായാലാണ് ബെറ്റർ ആവുകയുള്ളൂ.